ജീവനുള്ളതും ജീവനില്ലാത്തവരും, അജീവവസ്തുവും നിർജീവവസ്തുവുമായ സർവ്വതിനെയും പടച്ചത് ആര് തന്നെയാണ്? അല്ലാഹു തന്നെയാണ്. ഇവകളെല്ലാം നശിച്ചു പോകും, മനുഷ്യരും നശിച്ചു പോകും, നമ്മളും മരിച്ചു പോകും. പക്ഷേ മരിച്ചുപോയ നമുക്ക് അല്ലാഹു ഒരു പുനർജന്മം അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ആ ജന്മത്തിന് ശേഷം മഹ്ശറയുടെ സഭയിൽ പോയി നമ്മൾ ചെയ്തെല്ലാം നമ്മുടെ ഡിസ്പ്ലേ വഴി ഇങ്ങനെ കാണുമ്പോൾ ജനിച്ചത് മുതൽ നമ്മൾ മരണം വരെയും ചെയ്തു കൂട്ടിയ സർവ്വതും രാത്രിയും പകലിലും ആളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒറ്റയ്ക്കും കൂട്ടത്തിലും ആരും അറിയാതെ കൽബിന്റെ ഉള്ളിൽ ചെയ്തതും സർവ്വതും നാവ് കൊണ്ട് പറഞ്ഞതും മുറിച്ചതും മനസ്സുകൊണ്ട് നമ്മൾ വെറുതെടുത്തതുമായ സർവ്വ കാര്യങ്ങളും ഈ ഡിസ്പ്ലേയിൽ കൂടെ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് അല്ലാഹു വിചാരണ നടത്തുന്ന ഒരു സമയത്ത് നന്മയും തിന്മയും നോക്കിക്കൊണ്ട് നമുക്ക് രണ്ട് റൂട്ടിലേക്ക്, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നാം മാറ്റി നമ്മളെ അല്ലാഹു ചേർക്കുന്നു. ആ സമയത്ത് സ്വർഗം എന്ന് പറയുമ്പോൾ അവിടെ ശാശ്വതമാണെന്ന് പറയുന്നുണ്ട്. അവിടെ എത്രയോ കാലമല്ല, കാലാകാലം സ്വർഗത്തിൽ തന്നെ. അവിശ്വാസികളായ മനുഷ്യർ കാലാകാലം നരകത്തിൽ തന്നെ. വിശ്വാസമുണ്ടായിട്ട് മുസ്ലിമായി ഇവിടെ കഴിഞ്ഞിട്ട് നിസ്കാരമില്ല, നോമ്പില്ല, ഹജ്ജില്ല, നന്മകളില്ല, ഖുർആനില്ല, ഹദീസില്ല, സുന്നത്തില്ല എന്ന് പറഞ്ഞ് വെറും പേര് മാത്രമാണ് മുസ്ലിം. അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, മുഹമ്മദ് നബിയിലും വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ നിന്നും അവന്റെ പ്രവൃത്തിയിലേക്ക് ഒന്നും ചേർക്കപ്പെടാത്ത മുസ്ലിമായി മരിച്ച് അവനും നരകത്തിലേക്ക് തന്നെയാണ് അല്ലാഹു പതിക്കുന്നത്. എന്നാൽ ആ നരകത്തിലേക്ക് പതിച്ചിട്ട് അവൻ ഓരോ നിമിഷവും സെക്കൻഡും ചെയ്തു കൂട്ടിയ തെറ്റിന് പകരം ആ നരകത്തിൽ കിടന്ന ശിക്ഷകൾ മുഴുവനും അനുഭവിച്ച് എത്രയോ കാലം. ഒരു വഖത്ത് നമസ്കാരം, ആ വഖത്ത് നമസ്കാരം മനഃപൂർവ്വം ഒരു മനുഷ്യൻ ഖളാ ആക്കിയാൽ, നിസ്കരിച്ചില്ലെങ്കിലല്ല, ഖളാ ആക്കിയാൽ സുബഹി നമസ്കാരം മനഃപൂർവ്വം കിടന്നുറങ്ങിയിട്ട് സുബഹിയുടെ സമയം സൂര്യൻ ഉദിച്ചതിന് ശേഷം എണീറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാൽ, മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ 80 വർഷമാണ് നരകത്തിൽ ഒരു വഖത്തിന് ശിക്ഷ. ഒരു വഖത്ത് ഖളാ ആക്കിയാൽ 80 വർഷം. നിസ്കരിക്കാത്തോണ്ടല്ല പറയുന്നത്, നിസ്കാരം ഖളാ ആക്കിയാൽ. പിന്നെ നിസ്കരിച്ചില്ലെങ്കിൽ പറയണോ? അങ്ങനെ തുടങ്ങി ഓരോന്നിനും കണക്ക് പ്രകാരം നരകത്തിൽ കിടന്ന് അനുഭവിച്ച് എത്രയോ വർഷം. ഇവിടുത്തെ ദുനിയാവിലെ 24 മണിക്കൂറല്ല, അവിടുത്തെ ഒരു ദിവസം 80ഓളം വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോഴാണ് ഒരു ദിവസം പൂർത്തിയാകുന്നത്. അതുകൊണ്ട് നമ്മളെ മനസ്സിലോ നമ്മളെ ഇമേജിലോ കണക്ക് കൂട്ടാൻ കഴിയാത്ത അത്രയും വർഷം നരകത്തിൽ കിടന്ന് വേദന സഹിച്ച് എന്നോ ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം എവിടെ വരാം? മുസ്ലിം ആയതുകൊണ്ട് സ്വർഗത്തിൽ വരാം എന്നൊരു പ്രതീക്ഷയിൽ നരകത്തിൽ കഴിയേണ്ട മുസ്ലിം നാമമുള്ള മനുഷ്യനും എല്ലാം ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ വേണമെങ്കിൽ അള്ളാഹുവിന് അവർക്കില്ലാന്ന് ചെയ്യാതെ അള്ളാഹുവിന്റെ അവന്റെ അധികാരമാണ്. പക്ഷെ ഇവിടെ എന്നും അവശേഷിക്കുന്ന മനുഷ്യൻ ആര് മാത്രമേ ഉള്ളൂ? അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. അതാണ് അള്ളാഹുവിന്റെ മൂന്നാമത്തെ സിഫത്ത് അൽ ബഖാ. നാലാമത്തെ സിഫത്ത് അള്ളാഹു പറയുന്നു അൽ മുഖാലഫത്തു ലിൽ ഹവാദിസ്. അള്ളാഹു ഈ ദുനിയാവിൽ പടച്ച സർവ്വ സൃഷ്ടികളും ഈ സൃഷ്ടികളിൽ നിന്നെല്ലാം 100% അള്ളാഹു ആരായിരിക്കണം? വ്യത്യസ്തനായിരിക്കണം. അപ്പോഴേ ആരാവത്തുള്ളൂ? സൃഷ്ടാവുകയുള്ളൂ, അള്ളാഹു ആകുകയുള്ളൂ. അതാണ് നാലാമത്തെ സിഫത്ത്. അള്ളാഹു ആരാകണം? സൃഷ്ടികളോട് ഓപ്പോസിറ്റ് ആയിരിക്കണം. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പേപ്പറും പടച്ചവനല്ല, ഈ കാണുന്ന പേപ്പറിന്റെ ഉള്ളിലേക്ക് വന്ന ദ്രാവകങ്ങളും പടച്ചവനല്ല, ഒരു മണ്ണരിയെയും പടച്ചവനല്ല, ഈ കാണുന്ന മൈക്കിന്റെയും സൃഷ്ടാവല്ല. സർവ്വത ഈ കാണുന്ന വെളിച്ചത്തിനും ഈ കാണുന്ന കാറ്റും സർവ്വതിനെയും ഇവിടെ നമുക്ക് നൽകിയവൻ ആര് തന്നെയാണ്? ഖാലിഖായ റാസിഖായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്. അപ്പോ ആരാണ് അല്ലാഹ്? അല്ലാഹുവിന്റെ രൂപം എങ്ങനെ? അതാണ് സസ്പെൻസ്. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ലിഖാഉല്ലാഹി തആല. നമ്മുടെ റബ്ബിനെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണും. 14-ാം രാവിൽ ആകാശത്ത് ചന്ദ്രൻ കത്തിച്ചൊളിച്ചു നിൽക്കുന്നത് പോലെ സ്വർഗ്ഗത്തിൽ വെച്ച് അല്ലാഹുവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുമെന്ന്
അശഫീഉനാ റസൂലുള്ളാഹി. അതെങ്ങനെ നമുക്കറിയാം? ഈ പ്രകാശമാണോ എന്ന് വെച്ചാൽ അള്ളാഹു പ്രകാശം, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഇത് അള്ളാഹു ആവൂല. ഈ ദുനിയാവിൽ എന്തൊക്കെ പടച്ചിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ പടപ്പാണ്. അപ്പൊ പടപ്പിച്ചവൻ ഈ ഒരിക്കലും പടപ്പുകളോടുമായി ഒരിക്കലും സാമ്യപ്പെടൂല. അള്ളാഹുവിന് കൈയുണ്ടോ? കൈയില്ല. അള്ളാഹുവിന് കാലുണ്ടോ? കാലില്ല. കണ്ണുണ്ടോ? കണ്ണില്ല. ചെവിയില്ല, മൂക്കില്ല. കാരണം എന്താണ്? കൈയും കാലും കണ്ണും ചെവിയും മൂക്കൊക്കെ ആർക്കുണ്ട്? നമുക്കുണ്ട്. അതുകൊണ്ട് അതൊന്നും അള്ളാഹ്ക്കുണ്ടാവൂല, അള്ളാഹുവിനുണ്ടാവൂല. സ്ഥലങ്ങളില്ല. നമുക്ക് വലതുണ്ട്, ഇടതുണ്ട്, ഫ്രണ്ട് ഉണ്ട്, ബാക്ക് ഉണ്ട്, താഴെ ഉണ്ട്, മുകളുണ്ട്. ഇതൊന്നും അള്ളാഹ്ക്കില്ല. അള്ളാഹുവിന്റെ തടിയില്ല, അള്ളാഹുവിനും ദാത്തില്ല, അള്ളാഹുവിന്. അതുകൊണ്ട് നമ്മൾ അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു പേഴ്സണിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവൻ തന്ന സൃഷ്ടിപ്പിലേക്ക് ചിന്തിച്ചോളി. അള്ളാഹു നമുക്ക് നൽകിയ സൃഷ്ടികളിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ മതി. അള്ളാഹുലേക്ക് ചിന്തിക്കേണ്ട പവർ നമുക്കില്ല. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച് നമ്മളെ ബ്രെയിൻ ചിലപ്പോൾ എന്തായി മാറിപ്പോവാം? ഭ്രാന്തായി പോവും. അതുകൊണ്ട് അള്ളാഹുലേക്കുള്ള ചിന്ത ആഴങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട? കടത്തിവിടേണ്ട ആവശ്യമില്ല. ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയ പടപ്പുകളെ പറ്റി പഠിച്ച് നമ്മുടെ ശരീരത്തിനെ പറ്റി ചിന്തിച്ചാൽ മാത്രം മതി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പൊ അള്ളാഹുവിന്റെ നാലാമത്തെ സിഫത്താണ് പറഞ്ഞത് മുഖാലിഫത്തുൽ ഹവാദിസ്. എന്ത്? സൃഷ്ടികളോട് എല്ലാ നിലയിലും അള്ളാഹു ആരാണ്? വ്യത്യസ്തനാണ്. അപ്പോഴാണ് കാണാൻ ആഗ്രഹം. കാണണ്ടേ റബ്ബിനെ? കാണണ്ടേ? നമ്മുടെ മതസൗഹാർദ്ദങ്ങളിൽ നിന്നും പലരുടെയും മുമ്പിലേക്ക് അവരുടെ രൂപങ്ങൾ, ദൈവങ്ങളുണ്ടാവും. അവരൊക്കെ ആരാധിക്കുന്ന ദൈവങ്ങളുണ്ടാവും. 1, 2, 3, 5, 6, 7, 8 ദൈവങ്ങളുണ്ടാവും. സ്ഥലങ്ങളുടെ പേര് വെച്ച് ദൈവങ്ങൾ ഇറക്കുമതി ചെയ്യും. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന മതം. അതുകൊണ്ടല്ലേ ആ മതത്തിന്റെ നോളജിലേക്ക് പഠനം നടത്തി ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഓരോ മനുഷ്യരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പഠിക്കുമ്പോൾ ആഴങ്ങളിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ ഗോഡ് ഓൾവേറ്റി അവൻ എങ്ങനെയാണെന്നുള്ള ആഗ്രഹമുണ്ടല്ലോ, അതാണ് റബ്ബിലുള്ള സ്നേഹം. എനിക്ക് അവനെ ഒന്ന് കാണണം. സ്വർഗത്തിൽ പോയാൽ മാത്രമേ അള്ളാഹുവിനെ കാണാൻ കഴിയൂ. ഈ ലോകത്ത് ഒരൊറ്റ മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടിട്ടൊന്നും പറയാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരേ ഒരു സൃഷ്ടി മാത്രമേ ഉള്ളൂ. ആര് ആ സൃഷ്ടി? അള്ളാഹുവിനെ കണ്ടിട്ടുള്ള ഒരേ ഒരു സൃഷ്ടി ഈ കോടിക്കണക്കിന് വർഷം മുതൽ ആദം നബിക്ക് മുമ്പ്, എത്രയോ മുമ്പ് അള്ളാഹു മലക്കളെ സൃഷ്ടിച്ചു. ആ മലക്കളുടെ കാലം തൊട്ടും ഈ നൂറ്റാണ്ട് വരെയും ഈ സമയം വരെയും അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ആരാണ് മനുഷ്യൻ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണൂല, ഉറപ്പ് തന്നെ. ആരെങ്കിലും ദുനിയാവിൽ വെച്ച് ഞാൻ സ്വപ്നത്തിൽ അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് ഫുഖഹാക്കൾ പറയുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. വിഷയം ഗൗരവമാണ്. അവൻ കാഫിറാണ്. അള്ളാഹുവിനെ കാണുകയില്ല ദുനിയാവിൽ വെച്ച്. സ്വർഗത്തിൽ വെച്ച് മാത്രമേ അള്ളാഹുവിനെ കാണൂ. അള്ളാഹുവിന്റെ ഹബീബ് തങ്ങള് ഇസ്രാഉം മിഅ്റാജിലും നബിതങ്ങളെ വിളിച്ചു വരുത്തി എല്ലാ ആഴങ്ങളും കടന്ന്, എല്ലാ ബൗണ്ടറികളും കടന്ന്, സിദ്റത്തുൽ മുൻതഹിയും കടന്നുകൊണ്ട് അള്ളാഹുവിന്റെ സവിധത്തിൽ പോയി അള്ളാഹുവിനെ പൂർണ്ണമായി കണ്ട നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടുന്ന് മാത്രമേ അള്ളാഹുവിനെ കണ്ടിട്ടുള്ളൂ. ജിബ്രീൽ കണ്ടിട്ടില്ല. കോടിക്കണക്കിന് മാലാഖമാർ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. പൂർണ്ണരൂപത്തിൽ ഒരാളും കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു കൊടുത്ത വലിയ ഗ്രേറ്റ് പവറാണ്, വലിയ സ്ഥാനമാണ് അത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾപ്പെട്ട ഒരു ഉമ്മത്ത് എന്ന നിലയിൽ നമുക്കും അഭിമാനിക്കാം. ആ അഭിമാനത്തോടുകൂടി നാളെ സ്വർഗത്തിൽ ചേർന്ന് അള്ളാഹുവിനെ കൺകുളിർമയോടുകൂടി ആ ഒരു ശക്തിയെ നമുക്ക് കാണാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിസ്കരിക്കണം, നല്ലത് ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. എങ്കിലേ അത് ഭാഗ്യം കിട്ടത്തുള്ളൂ. പറയാൻ മാത്രം കറണ്ട് കാര്യമില്ല. ജീവിതവും അതുപോലെ ആകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിനെ പറ്റി ചോദിച്ചാൽ പറയണം. ആരാണ് നിങ്ങളുടെ അള്ളാഹ് എന്ന് ചോദിച്ചാൽ പറയാം, എന്റെ അള്ളാഹ് തുടക്കമില്ല, എന്റെ അള്ളാഹുവിന് അവസാനമില്ല, എന്റെ അള്ളാഹു എന്നെന്നും ഇവിടെ ശേഷിക്കുന്നവനാണ്, അവശേഷിക്കുന്നവനാണ്. എന്റെ റബ്ബ് സർവ്വ സൃഷ്ടികളിൽ നിന്നും അവൻ ഡിഫറന്റ് ആണ്, വ്യത്യസ്തനാണ്. കാരണം കൈ ഉള്ളത് എന്താണ്? ഒരു കുറവാണ്. കണ്ണുള്ളതും ഒരു കുറവാണ്, അല്ലേ? കുറവല്ലേ? ഈ കൈ, രണ്ട് കൈ ഉള്ളത് കുറവാണ്. കാരണം എന്താണ്?
ഏത് നിമിഷവും ഈ കൈ ഒടിഞ്ഞു പോയാലോ കഴിഞ്ഞു. കണ്ണ് ഏത് നിമിഷവും കണ്ണിന്റെ കാഴ്ച പോയാലോ കഴിഞ്ഞു. കാല് ഏത് നിമിഷവും അതിന്റെ പണി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ ഈ രൂപം ഒരു കുറവാണ് നമുക്ക്. അള്ളാഹുവിനില്ല രൂപങ്ങളില്ല, അള്ളാഹുവിന് രൂപങ്ങളില്ല. അപ്പൊ അള്ളാഹു കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. അങ്ങോട്ടുള്ള സിഫത്തുകൾ പറയുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം അള്ളാഹ് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, പറയുന്നു, എല്ലാം പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ഏത് രൂപത്തിലാണെന്നും നമുക്ക് ശേഷം വരുന്ന ദിവസങ്ങളിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വർഷത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച, ഈ വർഷത്തിലെ അവസാനത്തെ ജുമയിലാണ് നിങ്ങൾ കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിച്ച് ഒന്ന് ജീവിതത്തിനെ കുറ്റപ്പെടുത്തണം. ഇനി കടന്നു വരാൻ പോകുന്ന ഹിജറ വർഷം 1448 ഹിജറ വർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ വിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് വരികയാണ്. ആ ദിവസം ആ ഒരു പുതിയ സന്തോഷം, ഒരു ഹാപ്പി ന്യൂ ഇയർ നമുക്ക് അറിയില്ലല്ലോ പറയുമ്പോൾ. നമുക്ക് കൂടിപ്പോയ അറബി മാസം ചോദിച്ചാൽ ഒരു റമദാൻ അറിയായിരിക്കും. എല്ലാവരും വാട്സപ്പിലും ഫേസ്ബുക്കിലും പിറകണ്ട, നോമ്പ് പിടിക്കണം, പെരുന്നാൾ ആഘോഷം പിറകണ്ട, അതറിയായിരിക്കും. വലിയ പെരുന്നാൾ പോലും അറിയില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എല്ലാം അറിയാം. അതൊക്കെ അറിയാം. യഥാർത്ഥ മാസം ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. യഥാർത്ഥ ന്യൂ ഇയർ വരാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞു. ദുൽഹിജ്ജ മാസം അറബി കലണ്ടറിലെ ഏറ്റവും അവസാനത്തെ മാസമാണ് ദുൽഹിജ്ജ. ആ ദുൽഹിജ്ജ മാസത്തിലെ 4ാമത്തെ വെള്ളിയാഴ്ചയും അവസാനത്തെ വെള്ളിയാഴ്ചയുമാണ് അടുത്ത ജുമാ നമ്മൾ കൂടുന്നത്. പുതിയ വർഷത്തിലാണ്. അതുകൊണ്ട് പുതിയ വർഷം, പുതിയ ചിന്തകൾ, പുതിയ മനുഷ്യൻ, പുതിയ രൂപങ്ങൾ, പുതിയ തീരുമാനങ്ങളുമായി നമ്മൾ വരണം. കഴിഞ്ഞ ഒരു വർഷക്കാലം ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഈ വർഷം അങ്ങനെ ആകരുത്, ഇങ്ങനെ ആകണമെന്ന തീരുമാനത്തിൽ കഴിഞ്ഞ വർഷം ഒരുപാട് നമസ്കാരങ്ങളൊക്കെ വൈകിപ്പോയിട്ടുണ്ട്, ഒരുപാട് നമസ്കാരം കളാക്കിയിട്ടുണ്ട്, ഒരുപാട് നമസ്കാരങ്ങളിൽ ശ്രദ്ധയില്ലാതെ പോയിട്ടുണ്ട്, ഒരുപാട് ജുമയ്ക്ക് താമസം വന്നിട്ടുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് പുതിയ വർഷമാണ് ആ മുഹറത്തിലേക്ക്, സഫറിലേക്ക് കടന്നു പോകുമ്പോൾ ആ ഒരു വർഷമായിരിക്കോ എന്റെ റൂഹ് പിടിക്കുന്നത് അറിയില്ല. അതുകൊണ്ട് നന്നാവാൻ വേണ്ടിയിട്ട് അല്ലാഹു ഖുർആനിൽ കൂടി ജുമയിൽ ഇന്ന് പറയുന്നതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഓ പള്ളിക്കുള്ളിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഓ അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ഗദ്, നാളെ എന്താണ്, നാളെ നിന്റെ ശരീരം എന്ത് ചെയ്യുമെന്ന ഒരു ചിന്ത നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. നാളേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞില്ലേ, സ്വർഗത്തിൽ പോയി കിടക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രധാനപ്പെട്ട വലിയൊരു സുന്നത്താണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാം. മുമ്പിലിരിക്കുന്ന എത്ര മുഅ്മിനീങ്ങളാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തത്? ഇനി അത് ഓതാൻ അറിയില്ല ഉസ്താദേ, ഓതാൻ അറിയില്ലെങ്കിൽ ഖുർആൻ എടുത്തുകൊണ്ട് ആ സൂറത്തിന്റെ ആയത്തിൽ കണ്ണുകൊണ്ടെങ്കിലും നോക്കിയവർ എത്രയുണ്ട്? അല്ലാഹ് കാഴ്ചയില്ല ഉസ്താദേ എങ്കിൽ വേണ്ട, ആ കരങ്ങൾ കൊണ്ട് വിശുദ്ധമായ ഖുർആൻ പള്ളിയിലുണ്ട്, വീടുകളിലുണ്ട്. ആ ഖുർആൻ കരങ്ങൾ കൊണ്ട് എടുത്ത് മാറത്തേക്കൊന്ന് ചേർത്ത് പിടിച്ച് എത്ര മുഅ്മിനീങ്ങൾ എന്റെ മുമ്പിലുണ്ട്. നാളേക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കണേ, നാളത്തേക്ക് വേണ്ടി എന്ത് ചെയ്തൊന്ന് ചിന്തിക്കണേ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അതുകൊണ്ട് മുനാഫിഖീങ്ങളായി പോകരുത്, കാഫിരീങ്ങളെ കൂട്ടത്തിൽ ചേർന്നു പോകരുത്, ഫാസിഖീങ്ങളായി പോകരുത്. അതുകൊണ്ട് ഒരു കൂട്ടരുണ്ട്, നസുല്ലാഹ്, അവർ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചവരാ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതെ ജീവിച്ചവരാ, അല്ലാഹുവിനെ കുറിച്ച് മറന്ന് ജീവിക്കുന്നവരാ. എങ്ങനെ അല്ലാഹുവിനെ മറക്കുന്നു? 5 നേരം നമ്മളിലേക്ക് ചേർത്ത് തരുന്നു. നിങ്ങൾ മറന്നു പോകരുതെന്നുള്ള ആ വലിയ കർശനം അല്ലാഹ് ഉള്ളത് കൊണ്ട് 5 നേരം ചേർത്ത് തരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 5 നേരം ബാങ്ക് വിളിക്കുന്നു, 5 നേരം ജമാഅത്ത് നമസ്കാരങ്ങൾ, ഫർദ് നമസ്കാരങ്ങൾ ചേർത്ത് തരുന്നു. ഇങ്ങനെ അല്ലാഹുവിനെ മറക്കാൻ കഴിയും?
5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം എങ്ങനെ അല്ലാഹുവിനെ മറക്കും? അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറക്കുന്ന ഒരു കൂട്ടർ ഫഅൻസാഹും അൻഫുസഹും, അവരവരുടെ സ്വന്തം ശരീരത്തിനെ തന്നെ മറന്നു പോവുകയാണ്. ഈ കാണുന്ന ബോഡി തന്നവൻ അല്ലാഹു ഇതിനെ തിരിച്ചെടുക്കുമെന്നും നാളെ ഖബറിൽ പോയി കിടക്കണമെന്നും ആ ഖബറിന്റെ ഉള്ളിൽ ചോദ്യമുണ്ടെന്നും അവസാനം സ്വർഗവും നരകവും ഉണ്ടെന്ന കാര്യം തന്നെ ഈ മനുഷ്യൻ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവന്റെ പേര് ബഷീർ, അവന്റെ പേര് സുബൈർ, അവന്റെ പേര് മുഹമ്മദ്, അവന്റെ പേര് ജബ്ബാർ. നിസ്കാരമില്ലാത്തവരാണെങ്കിൽ ഹുമൽ ഫാസിഖൂൻ, അവൻ മുസ്ലിമീങ്ങളിൽ പെട്ട ഫാസിഖാണ്, ഫാജിറാണ്, മുനാഫിഖാണെന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഹസ്റിൽ കൂടെ ലോകത്ത് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വിശുദ്ധമായ ദുൽഹിജ്ജ അവസാനിക്കുന്നു, അതേ പുതിയ വർഷം കടന്നു വരുന്നു. ഒരു ഹാപ്പിയായ ന്യൂ ഇയർ കടന്നു വരുമ്പോൾ സന്തോഷിക്കണേ, ജീവിതങ്ങൾ ചിട്ടപ്പെടുത്തണേ, തെറ്റുകൾ പൊറുക്കപ്പെടണം. അല്ലാഹു നമുക്കെല്ലാം പൊറുത്തു തരുമാറാകട്ടെ.